രാജേട്ടൻ എന്താ ഇവിടെ? ടൗണിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ടൗണിൽ വന്ന സ്ഥിതിക്ക് പ്രിയനെയും പാറുവിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. പരിചയമുള്ള ഒരാളെ കാണുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷാന്നറിയോ? പാറുവിനെ കുറിച്ച് തന്നെയായിരുന്നു ഞാനും പ്രിയനും സംസാരിച്ചോണ്ടിരുന്നത്. പാറുവിന്റെ ജോലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും ഒക്കെ. എനിക്കിവിടെ തോപ്പ് ജോലിയാണെന്നും എനിക്കിവിടെ കഷ്ടപ്പാടാണെന്നെല്ലാം ഇയാൾ രാജേട്ടനോട് പറഞ്ഞു കാണും. രാജേട്ടൻ ഇത് അമ്മയോടും അച്ഛനോടും ചേച്ചിയോടും പറയും. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല ഇയാള്. ഇയാള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. നാക്കെടുത്ത നുണയെ പറയൂ. നുണയോ? നീ മിടുക്കിയാണ്, ജോലി പെർഫെക്റ്റ് ആണ്, നിന്നെ പോലെ നന്നായി തയ്ക്കുന്ന വേറെ ആരും ഇവിടെ ഇല്ല, നിനക്കിവിടെ നല്ല പേരാണ് എന്നൊക്കെ ഈ പ്രിയം പറയുന്നേ. അതൊക്കെ നുണയാണെന്നാണോ നീ പറയുന്നത്? നീ മിടുക്കിയല്ലേ? നീ നന്നായി തയ്ക്കില്ലേ? അയ്യോ, അങ്ങനെയല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. അതെന്താന്നറിയോ രാജു, ഞാൻ ചില സമയത്ത് ഇവളെ വഴക്ക് പറയും. നിന്നെ എന്തിനു കൊള്ളാം, നിനക്കൊരു മണ്ണാങ്കട്ടെ അറിയില്ല എന്നൊക്കെ പറയും. വെറുതെ വരട്ടാൻ വേണ്ടി പറയുന്നത്. അതും മനസ്സിൽ വെച്ച ഇവൾ അങ്ങനെയൊക്കെ പറയുന്നത്. മിടുക്കി തന്നെയാ അല്ലേ? മിടുക്കി മാത്രമല്ല, നല്ല നന്ദിയുള്ളവളുവാ. ഇവൾ ആദ്യം ഈ ടൗണിൽ വന്ന ദിവസേ ബസ് ലേറ്റ് ആയിരുന്നു. ഏകദേശം രാത്രി 11 മണിയായി ബസ് വന്നപ്പോ. അതുവരെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നു. ആ നന്ദി ഇവക്ക് ഇപ്പോഴും എന്നോടുണ്ട്. ഹോസ്റ്റലിൽ താമസ സൗകര്യം റെഡിയാക്കി കൊടുത്തതും ഇവളെ അവിടെ കൊണ്ടുവന്നാക്കിയതും ഞാന്. സിസിലി ചേച്ചിയുടെ കയ്യില് ഇവളെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. അതിന്റെ നന്ദിയും സ്നേഹവും ഇവക്ക് ഇപ്പോഴും എന്നോടുണ്ട്. അല്ലേ പാറു? അതെ അതെ. ഒരു ചാൻസ് കിട്ടിയപ്പോ ഇവൾ അതിനൊക്കെ എനിക്ക് പ്രത്യുപകാരം ചെയ്തു തന്നിട്ടുമുണ്ട്. ഇയാളാ അത് ചെയ്തത്. അങ്ങനെയൊക്കെ നോക്കിയാ ഇത്രയും നന്ദിയുള്ളൊരു പെണ്ണിനെ ഞാൻ ഈ ആയുസിൽ കണ്ടിട്ടില്ല. പാറുവിന്റെ സ്വഭാവം അതാ പ്രിയ. സ്നേഹിച്ചാ ചങ്ക് പറിച്ചു കൊടുക്കും, അതുപോലെ ഉടക്കിയാൽ ചങ്കിടിച്ച് കലക്കും. അതുകൊണ്ടേ നാട്ടുകാര് ഇവൾക്കൊരു ഇരട്ട പേരിട്ടു, ചട്ടമ്പി പാറു. ചട്ടമ്പി എന്നൊക്കെ വെറുതെ പറയുന്നത്. ഇവളുടെ സ്വഭാവത്തില് ഒരു ചട്ടമ്പിത്തരവും ഞാൻ കണ്ടിട്ടില്ല. നല്ല പത്തരമാറ്റ സ്വഭാവമാ. ഞാൻ വെറുതെ പറയുന്നല്ല, ആരോട് ചോദിച്ചാലും ഇതേ പറയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹെഡ് കരുണാകരൻ സാറിനോട്. അർഹിക്കുന്ന വിലയും പേരും നിനക്കിവിടെ കിട്ടിയില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം പ്രിയൻ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്. കാര്യം വിശ്വസിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാ എന്റെ ഈ കൂട്ടുകാരൻ. ഇവനെപ്പോലെ ആത്മാർത്ഥതയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാജേട്ടന് ഇയാളെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. പിന്നെ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാൽ മതി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവനോട് പറയണം. സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇവൻ ആ പ്രശ്നം സോൾവ് ചെയ്ത് തന്നിരിക്കും. പിന്നെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വൈകുന്നേരത്തെ ബസ്സിന് ഞാൻ തിരിച്ചു പോകും. രാജേട്ടാ, എനിക്ക് ശമ്പളം കിട്ടി. ആഹാ, വീട്ടിലേക്ക് മണി ഓർഡർ അയക്കാന്നാ കരുതിയത്. മണി ഓർഡർ അയച്ചാ 2-3 ദിവസം എടുക്കില്ലേ? രാജേട്ടന്റെ കയ്യിൽ തരട്ടെ, അച്ഛന്റെ കയ്യിൽ കൊടുക്കോ? പിന്നെന്താ മോളെ, എടുത്തോണ്ട് വാ. എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടെ തന്നെ കൊണ്ടുനടക്കാം. ഇത് എന്റെ ആദ്യത്തെ ശമ്പളാ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ, പക്ഷെ എന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു. രാജേട്ടന് ഇത് അച്ഛന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. കൊടുക്കാം മോളെ, ഇങ്ങത്താ. അപ്പൊ പ്രിയ, ഞാൻ പോട്ടെ, ഇനി വരുമ്പോ കാണാം. ഓക്കെ, ശരി മോളെ. നിങ്ങൾ
നാക്കെടുത്ത കള്ളവേ പറയൂന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എന്നെ കുറിച്ച് രാജേട്ടനോട് പറഞ്ഞത് മുഴുവൻ കള്ളല്ലേ? കള്ളം പറയാൻ പാടില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ രാജുവിനോട് ഞാൻ സത്യം പറയാം. നിനക്ക് ഇവിടെ തൂപ്പ് ജോലിയാണെന്ന്. രാജു നിക്കണ. അയ്യോ വേണ്ട വേണ്ട. സഹായിച്ചാലും കുറ്റം.